السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا മുഹമ്മദ്. 4 വിശേഷണങ്ങൾ അതൊരു മനുഷ്യനിലുണ്ടായി കഴിഞ്ഞാൽ അവൻ ഏറ്റവും വലിയ ഭാഗ്യം ലഭിച്ചവനായിത്തീരും. ഭൗതികമായ ലോകത്ത് ഏതൊരു കാര്യം ലഭിക്കുന്നതിനേക്കാളെല്ലാം ഉത്തമമായിട്ടാണ് ഈ 4 കാര്യങ്ങളുടെ മനുഷ്യനുണ്ടാവലിനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. ദുനിയാവ് മുഴുവനും നഷ്ടപ്പെട്ടു പോയാലും, ദുനിയാവിൽ നിന്നൊരല്പം പോലും ലഭിക്കാതെ പോയാലും അയാൾക്ക് സങ്കടപ്പെടേണ്ടി വരില്ല. കാരണം അതിനേക്കാൾ വലുതാണ് അല്ലാഹു തആല ഇയാൾക്ക് ഈ 4 വിശേഷണങ്ങൾ നൽകുക വഴി നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിശേഷണങ്ങൾ ഉള്ളവരായി തീരുക എന്നുള്ളത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ്. ഏതൊക്കെയാണ് ആ 4 കാര്യങ്ങൾ? മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു തആല അൻഹു സയ്യിദന അബ്ദുല്ലാഹ് ബിൻ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അത് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാം, അർബഉൻ 4 വിശേഷണങ്ങൾ, 4 കാര്യങ്ങൾ, ഇദാ കുന്ന ഫീക, ആ 4 കാര്യങ്ങൾ നിന്നിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഫലാ അലൈക, നിനക്ക് യാതൊരു വിഷമം വേണ്ട, ഒരു പ്രയാസവും വേണ്ട. മാ ഫാതക മിന ദുനിയ, ദുനിയാവിൽ നിനക്ക് അത് കിട്ടിയില്ലല്ലോ, എനിക്ക് വലിയ വീടുണ്ടായില്ലല്ലോ, അല്ലെങ്കിൽ വലിയ വാഹനം കിട്ടിയില്ലല്ലോ, മറ്റ് പലതും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ, മറ്റു പലർക്കും കിട്ടിയപ്പോൾ അതെല്ലാം എനിക്ക് ലഭിക്കാതെ പോയല്ലോ എന്നുള്ള സങ്കടം നിനക്ക് വേണ്ട. അതിനേക്കാളെല്ലാം, അവർക്ക് ലഭിച്ചതിനേക്കാളെല്ലാം ഖൈറായത്, ഏറ്റവും ഉത്തമമായതാണ് അല്ലാഹു തആല ഈ 4 വിശേഷണങ്ങൾ നിനക്ക് നൽകുക വഴി, നിന്നിലുണ്ടാകുക വഴി നിനക്ക് നൽകിയിട്ടുള്ളത് എന്നാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. ഏതൊക്കെയാണ് 4 കാര്യങ്ങൾ? 1, സിദ്ഖുൽ ഹദീസ്, സത്യസന്ധത. പറയുന്ന വാക്ക് അത് 100% സത്യമായിരിക്കുക, ഒരാളോടും കളവ് പറയാതിരിക്കുക. അത് സ്വന്തമായി പറയുന്ന കാര്യങ്ങളാവട്ടെ, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നമുക്ക് ഷെയറായി കിട്ടിയ കാര്യങ്ങൾ, വാട്സപ്പിലൂടെയോ മറ്റ് സോഷ്യൽ മീഡിയകളിലൂടെയൊക്കെ പല വാർത്തകൾ നമ്മളിലേക്ക് വന്ന് ചേരാറുണ്ട്. ഇത് നാം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ അത് 100% സത്യസന്ധമാണെന്ന് ബോധ്യപ്പെട്ടത് മാത്രം നമ്മൾ മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യുക, അല്ലെങ്കിൽ ഷെയർ ചെയ്യുക. അല്ലാതിരുന്നാൽ നമ്മളും അവരെപ്പോലെ, ഇതാരാണോ കളവ് പടച്ചുണ്ടാക്കി നമ്മളിലേക്ക് അയച്ചു തന്നതെങ്കിൽ അവരെപ്പോലെ നമ്മളും കള്ളനായി മാറുകയാണ്, കളവ് പറയുന്ന ആളായി തീരും. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. ജീവിതത്തിൽ സത്യസന്ധത പുലർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. സത്യസന്ധത എന്നുള്ളത് നമ്മൾ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കുമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഹദീസ് കാണാൻ കഴിയും. രണ്ടാമതായി വഹിഫുൽ അമാനത്തി, വിശ്വസ്തത, അത് സൂക്ഷിക്കണം. നമ്മളോട് വിശ്വസിച്ച ഒരാളൊരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ധനമാവട്ടെ മറ്റെന്ത് വസ്തുക്കളാവട്ടെ, അതിലൊരിക്കലും വിശ്വാസവഞ്ചന കാണിക്കാതെ അയാൾക്ക് ആ പറയപ്പെട്ട സമയത്ത് തിരിച്ചേൽപ്പിക്കാനുള്ളൊരു വിശാലമായ മനസ്സ് നമുക്കുണ്ടാവണം. ചിലപ്പോൾ അത് വാക്കുകളായിരിക്കും. വിശ്വസിച്ചെന്നൊരു കാര്യം നമ്മളോട് പറഞ്ഞു, മറ്റൊരാളും മറ്റൊരാളും പറയണ്ട, നിങ്ങൾ മാത്രം അറിഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് പലപ്പോഴും സത്യമായ കാര്യങ്ങൾ, ഹക്കായ വിഷയങ്ങൾ നമ്മളോട് പല ആളുകളും പറയാറുണ്ടല്ലോ. അത് നമ്മുടെ മനസ്സിൽ തന്നെ വെക്കുക. ഒരിക്കലും അത് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഇയാളെ വിഷമിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന സംഭവങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അയാൾക്ക് നമ്മളിൽ നിന്നുള്ള വിശ്വാസം കാരണമാണ് നമ്മോട് ആ വിഷയം പറഞ്ഞത്, അല്ലെങ്കിൽ ഇന്നാലിൻ്റെ വിഷയങ്ങൾ, സംഭവങ്ങൾ, കാര്യങ്ങൾ നമ്മൾ ഏൽപ്പിച്ചത്. അതിൽ നമ്മൾ ഒരിക്കലും കളങ്കം കാണിക്കാതെ അത് കാത്തു സൂക്ഷിക്കുക. വിശ്വസ്തത അത് പുലർത്തുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വഭാവമാണ്. മൂന്നാമതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ഹുസ്നുൽ ഖുൽഖ്, സ്വഭാവം. നല്ല സ്വഭാവത്തോടുകൂടെ പെരുമാറാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ഒന്നാണ്. നാളെ മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത്, ഭാരമുള്ളത് സ്വഭാവമാണെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ജനങ്ങളോടൊക്കെ എല്ലാവരോടും പുഞ്ചിരിക്കുന്ന സ്വഭാവത്തോടുകൂടെ നല്ല രൂപത്തിൽ പെരുമാറാൻ കഴിയുക. നമ്മൾ തന്നെ പറയാറുണ്ടല്ലോ പലരെയും കുറിച്ച്, അയാൾ എത്ര നല്ല മനുഷ്യനാ, എന്തൊരു നല്ല രൂപത്തിൽ നമ്മോട് സംസാരിച്ചത്, എന്ത് രൂപത്തിൽ നമ്മൾ പെരുമാറിയത്, എന്തൊരു നല്ല പുഞ്ചിരിയോടുകൂടെ എല്ലാ കാര്യങ്ങളിലും നല്ല നിലക്ക് പെരുമാറാൻ കഴിയുന്ന ആളല്ലേ അദ്ദേഹം എന്നൊക്കെ പറയാറില്ലേ. അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടാൽ നാം വിജയിച്ചു. അതുപോലെ അപ്പോൾ ഈ മനുഷ്യർക്കിടയിൽ നാം നല്ല സ്വഭാവത്തോടുകൂടെ പെരുമാറുമ്പോൾ സ്വാഭാവികമായും അള്ളാഹുവിനോടും ആ പെരുമാറ്റം നമ്മളിലുണ്ടാകും. അള്ളാഹു നൽകിയത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ നമുക്കൊണ്ട് സാധിക്കും. അള്ളാഹു വല്ല ബലാ മുസീബത്തുകൾ നൽകിയെങ്കിൽ അതിൽ ക്ഷമ കാണിക്കാനും നമുക്ക് സാധിക്കും. അള്ളാഹു നൽകിയ നിഅമത്ത്, ആ നിഅമത്തുകൾക്ക് നന്ദി പ്രകടിപ്പിക്കാനൊക്കെ അവനെ കൊണ്ട് സാധിക്കും. ഇങ്ങനെ സ്വഭാവത്തോടുകൂടെ അള്ളാഹുവിനോട് സൃഷ്ടികളോടൊക്കെ പെരുമാറാൻ സാധിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നാലാമതായി മുത്തുനബി തങ്ങൾ പറഞ്ഞു വഇഫ്ഫത്തു മത്അമിൻ, ഹലാൽ ഭക്ഷിക്കുക, നല്ലത് മാത്രം ഭക്ഷിക്കുക. ഒരിക്കലും ഹറാമ കലർന്നത് ശുഭഹത്തിന് മുതലൊന്നും നമ്മളും ആശ്രയിച്ച് കഴിയുന്നവർക്കോ നൽകാതെ, വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും എന്താണെങ്കിലും ഹലാൽ മാത്രം ഭക്ഷിച്ചുകൊണ്ട് ആ രൂപത്തിൽ ജീവിക്കാൻ സാധിച്ചാൽ അവന് വളരെയധികം
മഹത്തായ പ്രതിഫലം അല്ലാഹു തആല നൽകുന്നുണ്ട്. ഖുർആൻ തന്നെയും പറഞ്ഞല്ലോ, വകുലൂ മിനത് ത്വയ്യിബാതി വഅമലു സ്വാലിഹാ, നിങ്ങൾ നല്ലത് ഭക്ഷിക്കുക, നല്ലത് ചെയ്യുക എന്നാണ് ഖുർആൻ പറഞ്ഞത്. നല്ലത് ഭക്ഷിക്കുമ്പോഴാണ് നല്ലത് ചെയ്യാനുള്ള തൗഫീഖ്, എന്നുള്ള മനസ്സ് നമുക്കുണ്ടായിത്തീരുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ നല്ലവരിൽ, സൽസ്വഭാവികളിൽ, വിശ്വസ്തത പുലർത്തുന്നവരിൽ, സത്യസന്ധത പുലർത്തുന്നവരിലൊക്കെ അല്ലാഹു ചേർത്ത് തരുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.